Question: if w equal to 4x square plus 4y square plus 4z square, where x equal to rho sin phi cos theta, y equal to rho sin phi sin theta, and z equal to rho cos phi. Question: find dou w by dou rho. Okay, തന്നത് w equal to തന്നിട്ടുണ്ട്, x തന്നിട്ടുണ്ട്, y തന്നിട്ടുണ്ട്, z തന്നിട്ടുണ്ട്. From the question it is clear that w equal to w is a function of x, y and z. Clear അല്ലേ? W is a function of x, y and z, and x is a function of rho phi theta. X is a function of rho phi theta. Similarly, y is rho phi theta. Z is z ൽ actually rho phi ഉള്ളത് നമുക്ക് വേണമെങ്കിൽ തീറ്റയുടെ ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. Find dou w by dou rho എന്നാണ്. ചെയിൻ റൂൾ യൂസ് ചെയ്യാം. dou w by dou rho. അപ്പോൾ എത്ര ടേമിന്റെ സം വരും? 3 ടേമിന്റെ സം വരും. ഒരെണ്ണം dou w by dou x into dou x by dou rho. ഇവിടെ dou w by dou x ആണ്. Since w is multivariable function, also x is also a multivariable function. അപ്പോൾ എന്ത് വരും? dou w ആണ് വരും. അപ്പോൾ this is equal to dou w by dou x into dou x by dou rho plus second term dou w by dou y into dou y by dou rho plus dou w by dou z into dou z by dou rho. 3 ടേംസ് വരും. ഇനി ഓരോ ടേംസും കാണാം. dou w by dou x. w എന്ന് പറയുന്നത് 4x square plus 4y square plus 4z square. With respect to x, 4x square plus 4y square plus 4z square. With respect to x derivative കണ്ടാൽ 4y square plus 4z square derivative complete 0 ആവും, since y and z are constant while differentiating with respect to x. Then derivative of 4x square is x square in the derivative 2x. Therefore derivative of 4x square is 4 into 2x, that is 8x. And similarly dou w by dou y, same procedure തന്നെ, അതെന്ത് വരും? 8y വരും. And dou w by dou z 8z വരും. ഇനി ആവശ്യമുള്ളത് dou x by dou rho. dou x by dou rho ആണെങ്കിൽ എന്ത് വരും? എക്സിനെ വിത്ത് റെസ്പെക്ട് ടു റോ ആണ്. ഇത് നോക്കൂ, എക്സ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ. വിത്ത് റെസ്പെക്ട് ടു ഡോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫൈ ആൻഡ് തീറ്റ ആർ കൺസിഡറിങ് ആസ് എ കോൺസ്റ്റന്റ്. Therefore സൈൻ ഫൈ ആൻഡ് കോസ് തീറ്റ ആർ കോൺസ്റ്റന്റ് അല്ലേ? എക്സ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റയാണ്. വിത്ത് റെസ്പെക്ട് ടു റോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ ടേം സൈൻ ഫൈ കോസ് തീറ്റ കംപ്ലീറ്റ് കോൺസ്റ്റന്റ് ആവും. Then derivative of rho is 1. x ല് എന്ത് വരും? sin phi cos theta into 1 വരും. അടുത്ത ടേം dou y by dou rho. dou y by rho അതിരിവിടെ നോക്കൂ, rho sin phi sin theta. sin phi sin theta കോൺസ്റ്റന്റ് ആയി വരും. Again derivative of rho മാത്രം, അപ്പോൾ 1 വരും. sin phi into sin theta. ലാസ്റ്റ് ടേം dou z by dou rho. rho cos phi derivative. dou by dou rho of rho cos phi. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് ആക്ച്വലി dou x by dou rho എന്ന് പറയുന്നത് dou by dou rho of rho sin phi cos theta ആണ്. ദാറ്റ് ഈസ് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു റോ ആയതുകൊണ്ട് sin phi യും cos theta യും കോൺസ്റ്റന്റ് ആണ്. റിമൈനിങ് dou by dou rho of rho. ഇതെന്ത് വരും? 1 വരും. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു സൈൻ ഫൈ കോസ് തീറ്റ. അതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ ഓരോ ടേമിന്റെ ഡെറിവേറ്റീവ് വരുന്നത്. ലാസ്റ്റ് റോസ് കോസ് ഫൈയുടെ ഡെറിവേറ്റീവ് കോസ് ഫൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റോ, ദാറ്റ് ഈസ് കോസ് ഫൈ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഡോ ഡബ്ല്യു ബൈ ഡോ റോ ഈക്വൽ ടു 8x ഇൻറ്റു സൈൻ ഫൈ കോസ് തീറ്റ. 8x ഇൻറ്റു ആണ്. അപ്പോൾ x എന്താ? 8
എക്സിൻ്റെ ടേം എന്ന് പറയുന്നത് റോ സൈൻ ഫൈ കോസ് തീറ്റ ഇൻറ്റു സൈൻ ഫൈ കോസ് തീറ്റ. അപ്പോൾ എന്ത് വരും? സൈൻ സ്ക്വയർ ഫൈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 8y ഇൻറ്റു സൈൻ ഫൈ സൈൻ തീറ്റ വരും. ദാറ്റ് ഈസ് 8y ഇൻറ്റു y എന്ന് പറയുന്നത് റോ സൈൻ ഫൈ സൈൻ തീറ്റ, റോ സൈൻ ഫൈ സൈൻ തീറ്റ. എഗെയിൻ ഒരു ഡോ വൈ ബൈ ഡോ റോ സെയിം തന്നെ, സൈൻ ഫൈ ഇൻറ്റു സൈൻ തീറ്റ. അപ്പോൾ സൈൻ ഫൈ സൈൻ തീറ്റ സൈൻ ഫൈ ഇൻറ്റു സൈൻ തീറ്റ 2 തവണ വരും. അപ്പോൾ എന്താവും? സൈൻ ഫൈ ഇൻറ്റു സൈൻ ഫൈ സൈൻ സ്ക്വയർ ഫൈ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ലാസ്റ്റ് ടേം 8z ഇൻറ്റു 8 ഇൻറ്റു റോ കോസ് ഫൈ ഇൻറ്റു കോസ് ഫൈ. അപ്പോൾ എന്തൊരു 8 റോ ഇൻറ്റു കോസ് സ്ക്വയർ ഫൈ. ഇനി ഇതിലൊരു ടേമിനെ നമുക്കൊന്ന് ഇതിന് ടേം വൈസ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെ? ദിസ് ഈസ് ഈക്വൽ ടു 8 റോ കോമൺ ടേം ആണ്. 8 റോ കോമൺ ടേം ആയതുകൊണ്ട് ദിസ് ഈസ് 8 റോ ഇൻറ്റു ഇത്. ഇനി ഇതിനകത്ത് ഫസ്റ്റ് ടേം 8 റോ വന്നു കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ ഫൈ കോസ് സ്ക്വയർ തീറ്റ, അടുത്തത് സൈൻ സ്ക്വയർ ഫൈ സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ ഫൈ. ഈ ഫസ്റ്റ് 2 ടേമിലും കോമൺ ആയിട്ടുള്ളത് ഏതാ? സൈൻ സ്ക്വയർ ഫൈ കോമൺ ആണ്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? സൈൻ സ്ക്വയർ ഫൈ ഇൻറ്റു സൈൻ സ്ക്വയർ ഫൈ ഇൻറ്റു ഇത് വരും കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് അടുത്ത ടേം എന്താ? അവിടെ 8 റോ കോസ് സ്ക്വയർ ഫൈന് 8 റോ ഔട്ട് സൈഡ് വെച്ച് ഇവിടെ കോസ് സ്ക്വയർ ഫൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 റോ ഇൻറ്റു നോക്കൂ സൈൻ സ്ക്വയർ ഫൈ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ത് വരും? ദാറ്റ് ഈസ് 1. ഫോർ എനി വാല്യൂ ഓഫ് എക്സ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണല്ലോ. അപ്പോൾ ഇതെന്ത് വരും? സൈൻ സ്ക്വയർ ഫൈ ഇൻറ്റു 1. ഓക്കെ, അത് സൈൻ സ്ക്വയർ ഫൈ തന്നെ പ്ലസ് കോസ് സ്ക്വയർ ഫൈ. എഗെയിൻ സെയിം റിസൾട്ട് യൂസ് ചെയ്യാണ്ട് സൈൻ സ്ക്വയർ ഫൈ പ്ലസ് കോസ് സ്ക്വയർ ഫൈ എന്ത് വരും? 1 വരും. അപ്പോൾ 8 റോ ഇൻറ്റു 1 ദാറ്റ് ഈസ് 8 റോ. ഇനി ഇതുപോലെ എന്ത് കാണാം? ഡോ ഡബ്ല്യു ബൈ ഡോ റോ കണ്ടു. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് കാണാം, ഡോ ഡബ്ല്യു ബൈ ഡോ ഫൈയും കാണാം. ഓക്കെ, അത് ക്വസ്റ്റ്യൻ. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. If W equal to f of x minus y, okay, let W equal to f of x minus y, y minus z, comma z minus x be a differentiable function. Show that dou w by dou x plus dou w by dou y plus dou w by dou z equal to 0. ഇതൊരു റിപ്പീറ്റഡ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് കുറേ പ്രോബ്ലംസ് വരെ. ഇവിടെ എഫ് ഓഫ് എക്സ് മൈനസ് വൈ, എഫ് ഓഫ് എക്സ് മൈനസ് വൈ കൊമ വൈ മൈനസ് സെഡ് കൊമ സെഡ് മൈനസ് എക്സ്. ഇവിടെ മാറ്റി എക്സ് ബൈ വൈ, വൈ ബൈ സെഡ് അങ്ങനെയൊക്കെ വരാം. അപ്പോഴൊക്കെ സെയിം മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് എക്സ് മൈനസ് വൈക്ക് പകരം വേറെ എന്ത് വന്നാലും ഇതേ മെത്തേഡ് യൂസ് ചെയ്യും. നമ്മൾ ഡെറിവേറ്റീവ്സ് മാത്രം ചേഞ്ച് ചെയ്യും. ഇവിടെ എന്താ? എഫ് ഡബ്ല്യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയാൻ പാടില്ല. ഡബ്ല്യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് മൈനസ് വൈ, വൈ മൈനസ് സെഡ് ആൻഡ് സെഡ് മൈനസ് എക്സ്. നമ്മൾ ആ എക്സ് മൈനസ് വൈയെ സം ആർന്ന് ചൂസ് ചെയ്യുന്നു. ആൻഡ് വൈ മൈനസ് സെഡിനെ സം എസ് ആൻഡ് സെഡ് മൈനസ് എക്സ് as some t. Therefore, W is a function of RST. Clear ആണല്ലോ? W is a function of RST. ഇനി given R equal to x minus y ആണ്. Therefore, R is function of x and y. S is function of y and z.
t is a function of x and z. In പകരം നമുക്ക് r is a function of x, y and z എഴുതാം. s is a function of x, y and z എഴുതാം. t is a function of x, y and z എഴുതാം. കുഴപ്പമില്ല. ഇനി എന്ത് വേണം? നമുക്ക് കാണേണ്ടത് ഡോ w ബൈ ഡോ എക്സ്. അങ്ങനെ ഓരോ ടേമും കാണണം. ഡോ w ബൈ ഡോ എക്സ് കാണണം. ഡോ w ബൈ ഡോ എക്സ് കാണണമെങ്കിൽ ഡോ w ഇതാണ് w എക്സ്. ഡോ w ബൈ ഡോ എക്സ്. എസ് എന്ന് പറയുന്ന ടേമിൽ എക്സിന്റെ എസ് എന്ന് പറയുന്നത് എക്സിന്റെ വേരിയബിൾ അല്ല. അപ്പൊ രണ്ട് ടേം മാത്രമേ വരൂ. ഡോ w ബൈ ഡോ എക്സ് എന്ത് വരും? ഡോ w ബൈ ഡോ ആർ. ഡോ w ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് പ്ലസ് ഡോ w ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ w ബൈ ഡോ ആറിന് എന്ത് ചെയ്തു? ഡോ w ബൈ ഡോ ആർ. നമുക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. w എന്ന് പറയുന്നത് ജസ്റ്റ് എഫ് ഓഫ് എക്സ് മൈനസ് അങ്ങനെ തന്നിട്ടു. ഡോ ആർ ബൈ ഡോ എക്സ് എന്ത് ചെയ്താ? ആർ ഈക്വൽ ടു എക്സ് മൈനസ് വൈ ആണ്. അപ്പോൾ ഡോ ആർ ബൈ ഡോ എക്സ് എന്ത് വരും? 1 വരും. അപ്പോൾ ദിസ് വാല്യൂ ഇൻറ്റു 1 പ്ലസ് ഡോ w ബൈ ഡോ ടി സെയിം തന്നെ. ഡോ w ബൈ ഡോ ടി ഇൻറ്റു 1 ആണ്. ഡോ w ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ്. ടി ഈക്വൽ ടു സെഡ് മൈനസ് എക്സ് അല്ല. അപ്പോൾ ഡോ ടി മൈനസ് ഡോ എക്സ് എന്ത് വരും? -1. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഡോ w ബൈ ഡോ ആർ മൈനസ് ഡോ w ബൈ ഡോ ടി. അതായത് നമുക്ക് ഷോ ദാറ്റിന്റെ ഫസ്റ്റ് ടേം ആയി. അപ്പോൾ അതിന്റെ നമ്പർ 1. ഇനി സിമിലർലി ഡോ w ബൈ ഡോ വൈ കാണാം. സെക്കൻഡ് ടേം ഷോ ദാറ്റിലെ ഡോ w ബൈ ഡോ എക്സ് പ്ലസ് ഡോ w ബൈ ഡോ വൈ ആണല്ലോ. ദിസ് ഈസ് ഈക്വൽ ടു ഇനി എന്ത് വരും? ഡബ്ല്യൂലെ എക്സ് w വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. വൈ ഉള്ളത് ആറിലും എസിലാണ്, ടിയിലില്ല. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഡോ w ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ പ്ലസ് ഡോ w ബൈ ഡോ എസ് ഇൻറ്റു ഡോ എസ് ബൈ ഡോ വൈ. അതും ഇത് ഡോ w ബൈ ഡോ ആർ എന്ന് പറഞ്ഞാൽ ഡോ w ബൈ ഡോ ആർ ബൈ ഡോ വൈ എന്ത് വരും? -1 വരും. ഇൻറ്റു -1 പ്ലസ് ഡോ w ബൈ ഡോ എസ് ഇൻറ്റു ഡോ എസ് ബൈ ഡോ വൈ. എസ് ഈക്വൽ ടു വൈ മൈനസ് സെഡ് ആണ്. അപ്പോൾ വൈ മൈനസ് സെഡിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇൻറ്റു 1 വരും. ദെർഫോർ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ w ബൈ ഡോ ആർ പ്ലസ് ഡോ w ബൈ ഡോ എസ് വരും. ഇനി ലാസ്റ്റ് ടേം ഡോ w ബൈ ഡോ സെഡ് എന്ത് വരും? സെഡിൻ്റെതാണ് വിത്ത് റെസ്പെക്ട് ടു സെഡ്. സെഡ് എവിടെയൊക്കെ ഉണ്ട്? സെഡ് ഉള്ളത് ടിയിലും എസിലും. അപ്പോൾ ഡോ w ബൈ ഡോ സെഡ് ഈക്വൽ ടു ഡോ w ബൈ ഡോ എസ് ഇൻറ്റു ഡോ എസ് ബൈ ഡോ സെഡ് പ്ലസ് ഡോ w ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ സെഡ് വരും. ഡോ w ബൈ ഡോ എസ് ഈസ് ഡോ w ബൈ ഡോ എസ് തന്നെ എഴുതുക. ഡോ എസ് ബൈ ഡോ w. എസ് എന്ന് പറയുന്നത് വൈ മൈനസ് സെഡ് ആണ്. വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ -1 പ്ലസ് ഡോ w ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ സെഡ്. വിത്ത് റെസ്പെക്ട് ടു സെഡിനെ സെഡ് മൈനസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ w ബൈ ഡോ എസ് പ്ലസ് ഡോ w ബൈ ഡോ ടി. ഇനി നോക്കൂ ക്വസ്റ്റ്യനിൽ എന്താ ഷോ ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോ w ബൈ ഡോ എക്സ് പ്ലസ് ഡോ w ബൈ ഡോ വൈ പ്ലസ് ഡോ w ബൈ ഡോ സെഡ്. ഇതൊക്കെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത് ആഡ് ചെയ്യുക. അപ്പൊ എന്താ വരുക? ഓരോ ടേം എല്ലാ ടേമും എഴുതുക. ഡോ w ബൈ ഡോ ആർ മൈനസ് ഡോ w ബൈ ഡോ ടി മൈനസ് ഡോ w ബൈ ഡോ ആർ പ്ലസ് ഡോ w ബൈ ഡോ എസ് മൈനസ് ഡോ w ബൈ ഡോ എസ് പ്ലസ് ഡോ w ബൈ ഡോ ടി. ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ്? എല്ലാ ടേമും ക്യാൻസൽ ആവും. നോക്കൂ ഡോ w ബൈ ഡോ ആർ പോസിറ്റീവ് ഇവിടെ ഉണ്ട്, മൈനസ് ഡോ w ബൈ ഡോ ആർ. ഡോ w ബൈ ഡോ ടി നെഗറ്റീവ് ഇവിടെ ഉണ്ട്, ഡോ w ബൈ ഡോ ടി പോസിറ്റീവ്. ഇത് രണ്ടും ക്യാൻസൽ ആവും. അപ്പോൾ ഫൈനൽ ആൻസർ ദിസ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കും.